ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശനിയുടെ വക്രഗതിയെ പറ്റിയാണ്. 2024 ജൂൺ 29 ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുകയാണ്. അത് 2024 നവംബർ മാസം 15 തീയതി വരെയുള്ള കാലഘട്ടമാണ് ആ വക്ര ശനിയുടെ ആ ഒരു കാലഘട്ടം നടക്കുന്നത്. എന്താണ് ഈ ഒരു വക്രഗതി കാലഘട്ടത്തിന് ഇത്രമാത്രം പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ശനി പൊതുവെ ഇപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണോ അഷ്ടമശനി, അതുപോലെ അർദ്ധാഷ്ടമശനി, കണ്ടകശനി, ഏഴരശനി ഭാവങ്ങളിൽ നടക്കുന്നത്, ആ രാശിയിലുള്ള നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന സമയമാണ്. പ്രധാനമായിട്ടും ശനി ദോഷത്തിൽ അകപ്പെട്ട് കഴിയുന്ന വ്യക്തികളെ സംബന്ധിച്ച്, ആ രാശികളിലുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു ശനിയുടെ വക്രഗതി വളരെയധികം ഗുണഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. എന്താണ് വക്രഗതി എന്ന് ചോദിച്ചാൽ, ശനി എന്ന് പറയുന്ന ഗ്രഹം വളരെ മന്ദനാണ്, വളരെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ്. ആ ശനിയുടെ നേർരേഖയിലുള്ള സഞ്ചാരം നിർത്തി അതിന് നേർ വിപരീതമായി ശനി പിന്നോട്ട് സഞ്ചരിക്കുന്ന കാലഘട്ടത്തിനെയാണ് വക്രഗതി എന്ന് പറയുന്നത്. വക്രഗതി കാലത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയം പൊതുവെ മന്ദനായ ശനിക്ക് വേഗത വളരെ കൂടുതലായിരിക്കും. പിന്നോട്ടുള്ള സഞ്ചാരവും അതുപോലെ വേഗത കൂടിയുള്ള സഞ്ചാരവും ഇവിടെ പറയുന്ന ചില രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ ശനി ദോഷം വിട്ടുമാറി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശനി നൽകിയിരുന്ന എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമായി ശനീശ്വരൻ തന്നെ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ നൽകുന്ന സമയമാണ്. ഇതിനെ പരമാവധി നിങ്ങൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തുക. ശനി പ്രപഞ്ചത്തിൻ്റെ ആയുസ്സിനെ കുറിക്കുന്ന ഗ്രഹമാണ്, അതുപോലെ നമ്മുടെ കർമ്മത്തിനെ കുറിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നല്ല ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. ഇത് ശനിയുടെ മാത്രം ആ ഒരു വക്രഗതിയെ അടിസ്ഥാനമാക്കി പറയുന്ന രാശിഫലമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജനന ജാതകമുണ്ട്. ജാതകപ്രകാരം നിങ്ങൾക്കിപ്പോൾ നടക്കുന്ന ദശാകാലം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശയാണോ, ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി പാപഗ്രഹത്തിൻ്റെ ദശയാണോ എന്നറിയണം. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജാതകത്തിൽ ശനി നിങ്ങൾക്ക് ശുഭനാണോ പാപനാണോ, ഇപ്പോൾ ശനി ദശയാണോ നടക്കുന്നത്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമാണോ എന്നൊക്കെ മനസ്സിലാക്കുക. അതിനനുസരിച്ചായിരിക്കും ഓരോരുത്തർക്കും ഈ ഗുണഫലങ്ങൾ ലഭിക്കുന്നത്. ആ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നത്. ചിലർക്ക് വളരെ നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. അതിനാലാണ് ഇത്രയും വിശദമായി എടുത്തു പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും യൂട്യൂബിലും മറ്റും പല രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകാതെ സ്വന്തം ജനന ജാതകം കൂടി ഈ സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും മുന്നോട്ടുള്ള നിങ്ങളുടെ ഭാവിയെപ്പറ്റി അറിയുവാനും അത് നിങ്ങളെ സഹായിക്കും. ഇനി ഏതൊക്കെ രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം ഏറ്റവും ഗുണഫലങ്ങൾ നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശനി 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 7, 10 ഭാവങ്ങളിലൊക്കെ ശനി സഞ്ചരിക്കുമ്പോൾ നമ്മളതിനെ കണ്ടകശനി കാലഘട്ടമായിട്ടാണ് പറയുന്നത്. പൊതുവെ ശനി അത്രമേൽ വലിയ ഉപദ്രവം നിങ്ങൾ ഇടവം രാശിക്കാർക്ക് നൽകാറില്ല. കാരണം ഇടവം രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ആ രാശിക്ക് ശനി എന്ന് പറയുന്ന ഒരു യോഗകാരകനാണ്. എങ്കിലും കണ്ടകശനിയായിട്ട് ശനി സഞ്ചരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ അനുഭവപ്പെടും. പ്രധാനമായിട്ടും ഇടവം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു ഭാഗ്യാനുഭവങ്ങൾക്കൊക്കെ ഒരു തടസ്സം, ഒരു ബുദ്ധിമുട്ട്, ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം, ഒരു ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു. അതുപോലെ പലരെയും സംബന്ധിച്ച് അവരവർ ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മ മേഖലയിലൊക്കെ അതിൻ്റേതായിട്ടുള്ള തടസ്സം, ബുദ്ധിമുട്ടുകൾ, പലർക്കും പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട ഒരവസ്ഥ, ഇതൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ചെയ്യുന്ന തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് മേഖലകളിലൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു കുറവ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുഭവപ്പെട്ട ഒരു സമയമാണ് ഈ ഒരു ശനിയുടെ കഴിഞ്ഞ ആ ഒരു കണ്ടകശനി കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ഉണ്ടാകും. പ്രധാനമായിട്ടും അവരവരുടെ കർമ്മ മേഖലയിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറും. ഒരു ജോലിയില്ലാത്ത വ്യക്തിക്ക് നല്ലൊരു ജോലി ലഭിക്കാനുള്ള ഒരു സാധ്യത തെളിയും. ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്കൊരു ഉയർ പദവി, ഒരു സ്ഥാനമാറ്റം, ഇടം മാറ്റം, ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല ഒരു നല്ല കാര്യങ്ങളും കർമ്മ മേഖലയിൽ സംഭവിക്കും. സ്വന്തമായൊരു തൊഴിൽ, ബിസിനസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് വന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബിസിനസ്, തൊഴിൽ മേഖലകളിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, ഒരു നല്ലൊരു വരുമാനക്കുറവ് ഒക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവത്തിൽ വന്നിരുന്നു. അതൊക്കെ വിട്ടുമാറി ആ ഒരു ബിസിനസ്, തൊഴിൽ മേഖല നല്ല രീതിയിൽ മുന്നോട്ട് പോവുക.
അതിൽ നിന്ന് നിങ്ങൾക്കൊരു ധനലാഭം വന്നു ചേരുന്ന സമയം. അതുപോലെ ഒരുപാട് കാലങ്ങളെ ആഗ്രഹിച്ചിരുന്ന ഒരു പുതിയൊരു തൊഴിൽ, ബിസിനസ് സംരംഭം ആരംഭിക്കാനുള്ള ഒരു കാലഘട്ടവും ഒക്കെയാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്, ഒരു വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വളരെ പെട്ടെന്ന് അത് ലഭിക്കും. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇടവം രാശിക്കാരെ സംബന്ധിച്ചും ഇതൊരു നല്ല സമയമാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം, ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്ന വ്യക്തികളാണ്. ഭാഗ്യാനുഭവങ്ങൾ തീരെ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. ഭാഗ്യാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പലർക്കും പലതരത്തിലായിരിക്കും ജീവിതത്തിൽ ആ ഒരു ഭാഗ്യക്കേട് അനുഭവത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ സ്വന്തമായൊരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് പകുതി വഴിയിൽ മുടങ്ങിപ്പോയവർ, അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിട്ടും എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളുമായിട്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം, ഒരു മോചനമൊക്കെ ലഭിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ഈശ്വരാധീനം, ഒരു ഭാഗ്യം ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവെ ഒരു അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ വരും. ഈ ഭാഗ്യാനുഭവങ്ങൾ, നന്മകളെന്ന് പറയുന്നത് പലർക്കും പലതരത്തിലായിരിക്കും. ചിലർക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ആരോഗ്യപരമായൊരു മുന്നേറ്റം, അല്ലെങ്കിൽ നല്ലൊരു വിവാഹ യോഗം വന്നു ചേരുന്നത്. അങ്ങനെ പല തരത്തിലായിരിക്കും ഓരോരുത്തർക്കും അനുഭവത്തിൽ വരിക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരു ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങളാണ് നൽകുന്നത്. ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ അത് ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാലം, നല്ലൊരു സമയത്തിൻ്റെ ആരംഭമാണ് ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ അഷ്ടമശനിയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. കഴിഞ്ഞ ഒരു കുറച്ച് നാളുകളായി നോക്കുകയാണെങ്കിൽ കർക്കിടകം രാശിക്കാരായ വ്യക്തികൾ പലരും അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല എന്ന അവസ്ഥയിലാണ്. ഈ ഒരു അഷ്ടമശനി അത്രമാത്രം ബുദ്ധിമുട്ട് നൽകിയിട്ടുണ്ട്. പലരെയും സംബന്ധിച്ച് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരില്ല എന്ന് കരുതിയിരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ഓരോരുത്തർക്കും ഓരോ സുപ്രഭാതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത്. അത് പലരെയും സംബന്ധിച്ച് പലതരത്തിലായിരിക്കും. ഒരു പ്രശ്നം ജീവിതത്തിൽ വന്ന് അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് മറികടന്ന് മുന്നോട്ട് പോകും എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ ജീവിതത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് ഇതുപോലെ ഒരു പ്രശ്നം പിന്നെയും നമ്മുടെ മുൻപിൽ വന്നു ചേരുന്നു. ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങളാകാം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ചില അപകടങ്ങൾ, ചിലരെ സംബന്ധിച്ച് പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, ദാമ്പത്യ കുടുംബ ജീവിതത്തിലുള്ള പൊരുത്തക്കേടുകൾ, വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തിയ അവസ്ഥ, അവരവർ ചെയ്യുന്ന ജോലി, കർമ്മമേഖല അല്ലെങ്കിൽ തൊഴിൽ, ബിസിനസ്സിലൊക്കെ പെട്ടെന്നുണ്ടായ ഒരു നഷ്ടം, അങ്ങനെയുള്ള പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു അഷ്ടമശനി കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. പ്രധാനമായിട്ടും ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ സമയത്ത് കർക്കിടകം രാശിക്കാർ കഴിഞ്ഞ കുറച്ച് നാളുകളായി അഷ്ടമശനി ആരംഭിച്ചത് മുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാൽ തടസ്സം, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, അതുപോലെ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അനുഭവത്തിൽ വന്നിട്ടുള്ളത്. നമ്മൾ ആരെയൊക്കെയാണോ പരിപൂർണമായിട്ട് വിശ്വസിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണോ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ തുണയായി കൂടെ നിൽക്കുമെന്ന് കരുതിയിരുന്നവർ, അവരിൽ നിന്നൊക്കെ നമുക്ക് ഒരു വഞ്ചന അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യം, അനുഭവം, പലർക്കും സാമ്പത്തികപരമായിട്ട് ഏറെ വിശ്വസിച്ചിരുന്നവരിൽ നിന്ന് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, പരാധീനതകൾ, തടസ്സം, അങ്ങനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ഒരു ജീവിത രീതിക്ക് വളരെ പെട്ടെന്ന് ഒരു മാറ്റം സംഭവിച്ച്, നമ്മൾ പറയാറില്ലേ, വളരെ ഉയരത്തിൽ നിന്നും വളരെ പെട്ടെന്ന് താഴേക്ക് പതിച്ച അവസ്ഥ, അതൊക്കെ പലരെയും സംബന്ധിച്ച് കർക്കിടകം രാശിക്കാർക്ക് അനുഭവത്തിലുണ്ട്. അതുപോലൊരു ഭൂമി വാങ്ങി ആ ഭൂമിയുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ, അതുപോലൊരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് പകുതി വഴിയിൽ മുടങ്ങിപ്പോയ അവസ്ഥ, ഉയർ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ മറ്റ് വിദേശ ജോലിക്കോ ഒക്കെ നമ്മൾ പണം കൊടുത്ത് അത് ഇന്ന് ശരിയാകും, നാളെ ശരിയാകുമെന്നുള്ള ചിന്തയിൽ ഒരുപാട് കാലങ്ങളായി അതിന് പിറകെ അലഞ്ഞു നടക്കുന്നവരും ധാരാളമാണ്. ഇങ്ങനെ എല്ലാ രീതിയിലും കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇതിൽ സ്വന്തം ജനന ജാതകപ്രകാരം ആർക്കൊക്കെയാണ് ഒരു നല്ല ദശാകാലം ജാതകത്തിൽ ലഗ്നത്തിന് അടിസ്ഥാനമാക്കി നടക്കുന്നത്, അവർ മാത്രമാണ് ഈ അഷ്ടമശനി ദോഷത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് പറയാം.
മറ്റുള്ളവരെ സംബന്ധിച്ച് ഇരുചക്ര വാഹനങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ അതുപോലെ വാഹന അപകടങ്ങൾ, പെട്ടെന്നുണ്ടായ അപകടങ്ങളൊക്കെ പലർക്കും അനുഭവത്തിലുണ്ടായിട്ടുമുണ്ട്. ഏതായാലും കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം തീർച്ചയായിട്ടും ഉത്തമമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. ഇത്രയും നാൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളാണ് ശനി നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ, സൗഭാഗ്യങ്ങളാണ് ഈ ഒരു വക്രഗതി കാലഘട്ടം ശനീശ്വരൻ നിങ്ങൾക്ക് നൽകുന്നത്. പ്രധാനമായും ദാമ്പത്യ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരിടുന്നവരാണ്, അല്ലെങ്കിൽ വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും അതിനൊക്കെ പെട്ടെന്ന് അപ്രതീക്ഷിതമായൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം. അതുപോലെ കഴിഞ്ഞ സമയങ്ങളിൽ ഒരു വിവാഹത്തിനൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് പരിശ്രമങ്ങൾ, അലച്ചിലുകൾ അനുഭവത്തിൽ വന്ന കർക്കിടകം രാശിക്കാരായ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ നല്ല ഒരു മാറ്റമുണ്ടായി അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിത പങ്കാളി വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള അപ്രതീക്ഷിതമായ ചില നന്മകൾ നിങ്ങൾക്ക് ശനി നൽകും. ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലി ലഭിക്കുക, കർമ്മ മേഖലയിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന നല്ല നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. അപകടങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളായി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് വിട്ടുമാറി ആ ചികിത്സകളൊക്കെ ഫലപ്രദമായി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം, ഉന്മേഷം ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ആയുസ്സിനൊരു ദൈർഘ്യം ശനി നൽകുന്ന സമയമാണ്. ശനി ആയുൾ കാരകനാണ്. അതുപോലെ ഭൂമി, ഗൃഹം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തിയാക്കുവാനുള്ള സമയം, അതുപോലെ വിദേശ ജോലി, വിദേശ പഠനത്തിനുള്ള സമയം, കുടുംബത്തിൽ ഇത്രയും നാളും ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി അപ്രതീക്ഷിതമായ ചില നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ ശനി നിങ്ങൾക്ക് നൽകുന്ന സമയം. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശനി എങ്ങനെയാണോ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഒരുപാട് പ്രശ്നങ്ങൾ നൽകിയത്, അതിന് നേർ വിപരീതമായി ശനീശ്വരനിൽ നിന്ന് ഒരു സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന സമയം. അത് പലർക്കും പലതരത്തിലായിരിക്കും. ചിലർക്ക് ആരോഗ്യത്തിൽ വരുന്ന പെട്ടെന്നുള്ള പുരോഗതി, ചിലർക്കൊരു വിദേശ ജോലി അല്ലെങ്കിൽ ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശിക്കാനുള്ള സമയം, കുടുംബത്തിലെ സമാധാനം, സന്തോഷം, നല്ലൊരു ദാമ്പത്യം അല്ലെങ്കിൽ വിവാഹ ജീവിതം, ഇങ്ങനെ പലതരത്തിലാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ചേഞ്ചസ് എന്ന് പറയാം. അതായത് പ്രവചനാതീതമായ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അഷ്ടമശനി തുടങ്ങിയത് മുതൽ ഈ പറയുന്നത് പോലെ പ്രവചനാതീതമായ നെഗറ്റീവ് കാര്യങ്ങളാണ് കൂടുതൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളത്. അതിന് നേരെ വിപരീതമായി ഒരുപാട് നന്മകൾ കർക്കിടകം രാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. അത് നിങ്ങളുടെ കർമ്മം, ജോലി സംബന്ധിച്ചും ആരോഗ്യം സംബന്ധിച്ചും കുടുംബം സംബന്ധിച്ചും ഒക്കെ ഒരു നല്ല ഒരു മാറ്റം, നല്ല ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു കാലഘട്ടത്തെ, ഈ ഒരു സമയത്തെ കർക്കിടകം രാശിക്കാർ വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. നിങ്ങളെ ശത്രുവായിട്ട് കണ്ടിരുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം തരാനുള്ളവരാണെങ്കിലും ഒക്കെ അതിനൊക്കെ മാറ്റം വരുന്ന ഒരു സമയമാണ്. പല രീതിയിലുള്ള ഒരു നന്മകൾ, ഒരു മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഈ സമയത്തെ നല്ലപോലെ പ്രയോജനപ്പെടുത്തുക. കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ ഈ സമയം പരിശോധിച്ച് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ഏതായാലും 2024 ജൂൺ 29 മുതൽ കർക്കിടകം രാശിക്കാർക്ക് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ജീവിതത്തിൽ രാജയോഗ തുല്യമായ നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് വ്യാഴമൊക്കെ നിങ്ങൾക്ക് 11-ൽ സഞ്ചരിക്കുന്ന സമയം, ശനിയുടെ വക്രഗതി കൂടി വരുമ്പോൾ പലരുടെയും ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മനസ്സിന് ഏറ്റ വിഷമം, മുറിവ് ഉണങ്ങി മനസ്സിന് സന്തോഷം, സമാധാനം, ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ലഭിക്കത്തക്ക തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശനിയുടെ ഈ വക്രഗതി കാലഘട്ടം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യ സമയമാണ് ജൂൺ 29 മുതൽ ആരംഭിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ശനി 7-ാം ഭാവത്തിൽ കണ്ടകസ്ഥാനത്ത് ശക്തമായ ദോഷത്തോടുകൂടി സഞ്ചരിക്കുന്ന സമയത്ത് ശനിയുടെ ഈ ഒരു വക്രഗതി കാലം നിങ്ങൾക്ക് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. പ്രധാനമായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണം കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള ഒരു മാറ്റമാണ്. കഴിഞ്ഞ ഒരു കണ്ടകശനി തുടങ്ങിയ കാലം മുതൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ, കടബാധ്യതകളാൽ ബുദ്ധിമുട്ടുന്നവരാണ് ചിങ്ങം രാശിയിൽപ്പെട്ട പലരും. ഏറെ വിശ്വസിച്ചവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചതിവ്, കബളിപ്പിക്കൽ ഒക്കെ അനുഭവത്തിൽ വന്നിരുന്നവരാണ് ചിങ്ങം രാശിയിൽപ്പെട്ട പല വ്യക്തികളും. വിശ്വസിച്ചവരിൽ നിന്ന് തന്നെ ഒരു ചതിവ് നേരിട്ട അനുഭവം, അതുപോലെ അപമാനം, ഇതൊക്കെ നിങ്ങൾക്കൊരുപാട് അനുഭവത്തിൽ വന്ന പല വ്യക്തികളുമുണ്ട്.
അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ളൊരു ശത്രുത, എതിർപ്പ്, അത് ജോലി ചെയ്യുന്ന ഇടങ്ങളിലാണെങ്കിലും സ്വന്തം കുടുംബത്തിൽ നിന്നോ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നോ ഒക്കെ അനാവശ്യമായിട്ടൊരു ശത്രുത, എതിർപ്പ്, നിങ്ങളൊരു ശത്രുവായിട്ട് കാണുന്ന രീതിയൊക്കെ പലപ്പോഴും പല സമയത്തും നിങ്ങളിൽ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചില അപകടങ്ങൾ, അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ചിലരെ സംബന്ധിച്ച് ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങൾ വരെ അനുഭവത്തിൽ വന്നിട്ടുള്ള ചിങ്ങം രാശിക്കാർ കുറവല്ല ഈ കഴിഞ്ഞ ആ ഒരു കണ്ടകശനി കാലഘട്ടം തുടങ്ങിയത് മുതൽ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധികൾ, കടബാധ്യതകളൊക്കെ, പണം കയ്യിൽ വന്നാൽ അതെങ്ങനെ ചിലവാകുന്നു എന്നറിയില്ല, ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെയാണ് ഈ കണ്ടകശനി കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നൽകിയത്. അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലരെയും സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, വാഗ്വാദങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഒരു താൽക്കാലികമായി ഇപ്പോൾ വേർപിരിഞ്ഞ് കഴിയുന്ന ദമ്പതിമാർ ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ ജനിച്ചവരിൽ വളരെ കൂടുതലാണ്. അതുപോലെ വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ വളരെ കാലതാമസം, തടസ്സം, ചിലരുടെയൊക്കെ ദാമ്പത്യ ജീവിതം ഒരു വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നു. ഇങ്ങനെ പല തരത്തിലാണ് പലരെയും സംബന്ധിച്ച് ഒരു കണ്ടകശനി നിങ്ങൾക്ക് നൽകുന്ന ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ചിങ്ങം രാശി എന്ന് പറയുന്ന സൂര്യൻ്റെ രാശിയാണ്. സൂര്യനാണ് രാശ്യാധിപൻ. ആ സൂര്യൻ്റെ രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ശനി കണ്ടകസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ അത് വളരെയധികം ദോഷം കൂടുതലായിട്ടാണ് ചെയ്യുന്നത്. കാരണം ശനിയുടെ പിതാവാണ് സൂര്യൻ. എങ്കിലും ശനിയും സൂര്യനും തമ്മിൽ തത്വങ്ങളിൽ ഏറെ വ്യത്യാസമുണ്ട്, പകഗ്രഹങ്ങളാണ്. അപ്പോൾ ചിങ്ങം രാശിക്കാർക്ക്, സൂര്യൻ്റെ രാശിക്കാരെ സംബന്ധിച്ച് ശനി കണ്ടകശനി സ്ഥാനത്തൊക്കെ സഞ്ചരിക്കുന്ന സമയം ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് കുടുംബജീവിതത്തിൽ നിന്നൊക്കെ പല പ്രശ്നങ്ങൾ വരാം. സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നിന്ന് വരെ നമ്മളെ തള്ളിപ്പറയുന്ന അനുഭവം ഉണ്ടാകാം. അനാവശ്യമായിട്ടുള്ള അപമാനം, ഒരു ചതിവ് ഒക്കെ പറ്റുന്ന അല്ലെങ്കിൽ പറ്റിയ ഒരു സമയം, കാലം എന്ന് തന്നെ പറയാം. പലരെയും സംബന്ധിച്ച് അവരവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരവരുടെ കർമ്മത്തിൽ, ജോലിയിലൊക്കെ അനാവശ്യ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ അനുഭവത്തിൽ വരിക. ചിലരെ സംബന്ധിച്ച് ജോലി ചെയ്യുന്ന ഇടങ്ങളിലുള്ള പ്രഷർ എന്ന് നമ്മൾ പറയും. ആ ഒരു സമ്മർദ്ദം താങ്ങാനാവാതെ ഒരു സുപ്രഭാതത്തിൽ ജോലി വേണ്ട എന്നുവരെ ചിന്തിച്ചു പോയ, ആ ജോലി വരെ രാജിവെച്ച് പോയ ഒരുപാട് വ്യക്തികളുണ്ട്. അതിൽ അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ട വ്യക്തികൾ, ചെയ്യുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ തൊഴിലിലൊക്കെ അനാവശ്യമായ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ അപ്രതീക്ഷിതമായി അനുഭവത്തിൽ വന്നവർ ധാരാളമാണ്. അതുപോലെ ഈ ഒരു സമയത്ത് ചിങ്ങം രാശിയിൽപ്പെട്ടവരെ കണ്ടകശനി തുടങ്ങിയ സമയത്ത് അനാവശ്യമായ കേസ് വഴക്കുകളിൽ ഉൾപ്പെട്ടവരും കുറവല്ല. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പലർക്കുമുണ്ട്. അത് പലരെയും പല തരത്തിലാണ് ഈ ഒരു കണ്ടകശനി സ്വാധീനിക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് കടബാധ്യതകൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വളരെ അപ്രതീക്ഷിതമായിട്ടൊരു മാറ്റമാണ് ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് നൽകുന്നത്. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതം വേറൊരു വഴിയിലേക്ക് തിരിഞ്ഞു പോകുന്ന തരത്തിലുള്ള നല്ല അനുഭവം ഉണ്ടാകും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കപ്പെടുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു സന്തോഷം, സുഖം, സമാധാനം കൈവരുന്ന സമയം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത്രയും നാൾ പരിശ്രമിച്ച് നടക്കാതിരുന്ന അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊരു മാറ്റമുണ്ടാകും. ഒരു ധനവരവ് വന്നു ചേരും. നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖലയിലെ ആ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. കാരണം ശനി കർമ്മകാരകനാണ്. നല്ലൊരു തൊഴിൽ, ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്ന സമയം. ബിസിനസ്സിൽ, സ്വന്തം തൊഴിലിലൊക്കെ ഇത്രയും നാളില്ലാതിരുന്നൊരു പുരോഗതി, ഒരു ധനവരവ്, ആ തടസ്സങ്ങളൊക്കെ ഒന്ന് വിട്ടുമാറിപ്പോകുന്ന സമയം. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാൽ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിനുള്ള ചികിത്സകളൊക്കെ പൂർണ്ണ ഫലം ലഭിച്ച് ശരീരത്തിനൊരു പുത്തൻ ഉണർവും ഒരു ഉന്മേഷവും ആരോഗ്യവും ലഭിക്കുന്ന സമയം. നിങ്ങളെ ശത്രുവായിട്ട് കണ്ടിരുന്നവർ പോലും അതൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കുന്ന ഒരു സമയമാണ്. പൊതുവേ നിങ്ങളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ സമയത്ത് ചുറ്റി നിന്നിരുന്ന ആ നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിട്ടുമാറി ഇനിയൊരു മുന്നോട്ട് കുറച്ചു കാലം ഒരു പോസിറ്റീവായിട്ട് ഉള്ള എനർജി ശനി നൽകുന്ന സമയമാണ്. ഈ സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ സ്വന്തം ഒരു ഭൂമി സംബന്ധമായിട്ട്, ഗൃഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറും. വിദേശ ജോലിക്ക് ആഗ്രഹിച്ചാൽ അതൊക്കെ ലഭിക്കുന്ന സമയം. വിദേശ യാത്ര നടക്കുന്ന സമയം. അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ വിട്ടുമാറുക. ഈ കഴിഞ്ഞ സമയത്ത് ചിങ്ങൻ രാശിയിൽപ്പെട്ട പലർക്കും കോടതി വ്യവഹാരങ്ങൾ, പോലീസ് സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സമയമാണ് ശനിയുടെ വക്രഗതി കാലഘട്ടം. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ ഈ ഒരു സമയത്ത് ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർ ജനന ജാതകം ഒന്ന് പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശയും മറ്റു കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പരിഹാരമൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ ഒരു ശനിയുടെ വക്രഗതി ഒരുപാട് നന്മകൾ, മാറ്റങ്ങൾ നിങ്ങൾക്ക് നൽകും. അത്രമേൽ വിശിഷ്ടമായിട്ടുള്ള ഒന്നാണ്. കാരണം കണ്ടകശനി കാലഘട്ടത്തിൽ
ഇതുപോലുള്ളൊരു വക്രഗതി നിങ്ങൾക്ക് മുന്നോട്ട് ഒരുപാട് കാലം നല്ല രീതിയിൽ പോകുവാനുള്ള ഒരു അടിത്തറ നിങ്ങൾക്ക് നൽകും. ഒരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ഒക്കെ നൽകി ജീവിതത്തിലൊരു നല്ല മാറ്റം നിങ്ങൾക്ക് നൽകും എല്ലാ മേഖലകളിലും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ അർദ്ധാഷ്ടമ ശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശനി നിങ്ങൾക്ക് 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം. അർദ്ധാഷ്ടമം എന്ന് പറഞ്ഞാൽ അഷ്ടമത്തിൻ്റെ പകുതി, അതായത് അഷ്ടമശനി നടക്കുമ്പോൾ ലഭിക്കേണ്ട ദോഷത്തിൻ്റെ പകുതി ദോഷങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അങ്ങനെയുള്ള സമയത്തുള്ള ശനിയുടെ ഈ ഒരു വക്രഗതി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ നൽകും. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് വൃശ്ചികം രാശിക്കാർക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇല്ലാതിരുന്ന മനസ്സമാധാനം, മനസ്സന്തോഷം, സുഖം ലഭിക്കുന്ന സമയമെന്ന് തന്നെ പറയാം. കഴിഞ്ഞ ഈ ഒരു അർദ്ധാഷ്ടമ ശനി ആരംഭിച്ച കാലം മുതൽ നിങ്ങൾക്ക് ആദ്യം നഷ്ടപ്പെട്ടത് മനസ്സമാധാനം, സന്തോഷമാണ്. മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ വിഷമിപ്പിക്കുന്ന, നമുക്കൊരു നല്ല തീരുമാനമെടുക്കാൻ പറ്റാത്ത, അപ്രതീക്ഷിതമായി മനസ്സിനെ ആകെ ഒരു ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട പലർക്കും ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. പലരെയും സംബന്ധിച്ച് അനാവശ്യമായ ഒരു ഭയം തന്നെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ള ഒരു അനാവശ്യ ആശയക്കുഴപ്പം, ഭയം, ഇതൊക്കെയാണ് ശനി നൽകുന്നത്. ഒരു കാര്യത്തിലും ഒരു നല്ല തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥ, ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കേണ്ട എന്നുള്ള ചിന്ത, നമ്മൾ ആരോടെങ്കിലും പറയുന്ന കാര്യങ്ങൾ അവർ പോസിറ്റീവായിട്ട് ആണോ എടുക്കുന്നത്, നെഗറ്റീവായിട്ടാണോ എടുക്കുന്നത് എന്നുള്ള ചിന്ത, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച്. പലർക്കും ഈ ഒരു അർദ്ധാഷ്ടമശനി ആരംഭിച്ചപ്പോൾ മനസ്സിനെ അലട്ടുന്ന പല പ്രശ്നങ്ങളും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അത് ചിലരെ സംബന്ധിച്ച് അവരവരുടെ ജോലി സംബന്ധമായിട്ടാകാം, മറ്റു ചിലരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ ദാമ്പത്യ കുടുംബജീവിതത്തിലെ കാര്യമാകാം, അതുപോലെ ഭൂമി, സ്വത്ത് സംബന്ധിച്ച പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതരത്തിലാണ് പലർക്കും ഈ ഒരു മാനസിക ബുദ്ധിമുട്ട് അനുഭവത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് അർദ്ധാഷ്ടമശനി തുടങ്ങിയ കാലഘട്ടം മുതൽ ശരീരത്തിനും അത്രമേൽ വലിയൊരു സുഖാനുഭവം എല്ലാവർക്കും പറയാനില്ല. അപ്രതീക്ഷിതമായ ചെറിയ ചില അപകടങ്ങൾ, ആശുപത്രി വാസങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചവരും കുറവല്ല വൃശ്ചികം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച്. ഒരു ശാരീരികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരു സുഖം നിങ്ങൾക്ക് അർദ്ധാഷ്ടമശനി കാലഘട്ടം തുടങ്ങിയത് മുതൽ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ലഭിക്കുന്ന ഒന്നാണ് സുഖമെന്ന് പറയുന്നത്. അത് ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ പോകണം, ആരോഗ്യം നല്ല രീതിയിൽ പോകണം, അവരവരുടെ ജോലി, തൊഴിൽ, ബിസിനസ് മേഖലകൾ നല്ല രീതിയിൽ പോകണം, അവരവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ധനവരവ്, വരുമാനം ഉണ്ടാകണം, അവരവരുടെ കുടുംബം, കുട്ടികൾ, ഇവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് ഒരു മനുഷ്യൻ സുഖമെന്ന് പറയുന്നത്. വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സുഖം എന്ന ഒരു വാക്ക് അനുഭവത്തിലുള്ളത് വളരെ വിരളമായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമായിരിക്കും. അതായത് ആർക്കൊക്കെയാണോ സ്വന്തം ജനന ജാതകപ്രകാരം ഒരു നല്ല ദശാകാലഘട്ടം നടക്കുന്നത്, അവർ മാത്രമേ ഈ ഒരു അർദ്ധാഷ്ടമശനിയുടെ ദോഷത്തിൽ നിന്ന് മുക്തി നേടിയിട്ടുള്ളൂ എന്ന് ചുരുക്കം. മറ്റുള്ളവരെ സംബന്ധിച്ച് ഒരുപാട് അലച്ചിലുകൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം, നമുക്ക് വെച്ച് നീട്ടുന്നത് പോലും ലഭിക്കാത്ത അവസ്ഥ എന്ന് തന്നെ പറയാം. പലതും ലഭിക്കും എന്ന് നമ്മൾ കരുതി മുന്നോട്ട് പോകും, അവസാന നിമിഷമാകും അത് നഷ്ടപ്പെട്ടു പോകുന്നത്. എത്രമേൽ പരിശ്രമിച്ചാലും എങ്ങും എത്തിച്ചേരാത്ത അവസ്ഥ, പരിശ്രമങ്ങളൊക്കെ വിഫലമായി പോകുന്ന ഒരവസ്ഥയും കാര്യങ്ങളുമൊക്കെ പലരെയും സംബന്ധിച്ച് അനുഭവത്തിലുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആദ്യം മുതൽ പരിശ്രമിച്ച് വന്നാലും അവസാനം നഷ്ടപ്പെട്ടു പോകുന്നു. പിന്നീട് വീണ്ടും പരിശ്രമിച്ച് മുന്നോട്ട് വരുന്ന അനുഭവമൊക്കെ ശനി നൽകുന്നു. ഒരുപാട് മാനസിക സമ്മർദ്ദം, പ്രയാസമാണ്. അതുപോലെ അർദ്ധാഷ്ടമശനി ആരംഭിച്ച സമയം ദാമ്പത്യ കുടുംബജീവിതത്തിൽ ചില വ്യക്തികൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും ഒരു മനപ്രയാസത്തിന് ഒരു കാരണമാണ്. അതിൽ വൃശ്ചികം രാശിയിൽപ്പെട്ട പലർക്കും ഈ ഒരു സമയം ആ കുടുംബത്തിൽ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും ചില പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് സഹോദരങ്ങളുമായിട്ടൊക്കെ ഒരു വാക്കുതർക്കും അനാവശ്യ അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടായി ആ സഹോദരങ്ങളുമായിട്ടൊക്കെ പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥയും ചിലരെ സംബന്ധിച്ച് കേസ് വഴക്കുകളിൽ വരെ എത്തിച്ചേർന്ന അവസ്ഥയൊക്കെ ഉണ്ട്. വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ശനിയുടെ ഈ ഒരു വക്രഗതി കാലഘട്ടം ഇതിൽ നിന്നെല്ലാം മോചനം നൽകും.
ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച പല പ്രശ്നങ്ങളും നിങ്ങളെ വിട്ടുമാറുന്ന സമയം. ഭൂമി, സ്വത്ത് സംബന്ധമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ വിട്ടുമാറും. സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വിട്ടുമാറും. അവരുടെ ജോലി, തൊഴിൽ, കർമ്മമേഖല, ബിസിനസ് രംഗങ്ങളിലെ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ നിങ്ങളെ വിട്ടുമാറി പോകുന്നൊരു നല്ല സമയം. ആരോഗ്യപരമായിട്ടുള്ള പുരോഗതി, രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി ഒക്കെ ലഭിക്കും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ലഭിക്കുന്ന സമയം. അതുപോലെ വിവാഹ കാര്യങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാകും. പൊതുവേ നിങ്ങളെ സംബന്ധിച്ച് ഇത്രയും നാൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന അനാവശ്യ ഒരു ഭയം, ആശയക്കുഴപ്പം വിട്ടുമാറി മനസ്സിനൊരു സ്ഥിരത, ഒരു സന്തോഷം, സമാധാനം, ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം നൽകുന്ന തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സുഖം, ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്കിപ്പോൾ സമസപ്തമ ഭാവമായ കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. കൂട്ടത്തിൽ ശനി കൂടെ ജൂൺ 29 മുതൽ വക്രഗതിയിൽ വരുമ്പോൾ ഒരുപാട് നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. പലർക്കും പലതരത്തിലായിരിക്കും ആ മാറ്റങ്ങൾ ലഭിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതായാലും വളരെ നല്ല സമയമാണ് വൃശ്ചികം രാശിക്കാർക്ക് ആരംഭിക്കാൻ പോകുന്നത്. ഈ സമയത്തെ നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തുക. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം, വൃശ്ചികം രാശി എന്ന് പറയുന്ന രാശിയുടെ അധിപൻ കുജനാണ്. ചൊവ്വ ഭൂമി കാരകനാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു അർദ്ധാഷ്ടമശനി സമയത്ത് 4-ാം ഭാവം എന്ന് പറയുന്നത് ഭൂമി, ഗൃഹം ഒക്കെ ഇതിനെയൊക്കെ കുറിക്കുന്ന ഭാവമായതുകൊണ്ട് പലർക്കും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരു സ്വന്തം ഭൂമിയുണ്ട്, അത് വിറ്റ് പണം ലഭിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് വിചാരിച്ചിറങ്ങി തിരിച്ച് ഭൂമി വിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് പകുതി വഴിയിൽ മുടങ്ങിയ അവസ്ഥ, ഇതിനൊക്കെ മാറ്റം വന്നതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ് ഈ സമയം. സ്വന്തം ജനന ജാതകം കൂടെ നിങ്ങൾ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശയും ദശാകാലവും മറ്റു കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശനിയുടെ ഈ ഒരു വക്രഗതി കാലഘട്ടം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരു നല്ല കാലം, നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. പ്രത്യേകിച്ച് മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ശനി. മകര ലഗ്നത്തിൽ ജനിച്ചവരുടെ ലഗ്നാധിപനും. നിങ്ങൾക്കിപ്പോൾ 7.5 ശനി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 7.5 ശനിയുടെ കാഠിന്യത്തിൽ അമർന്ന് പല പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ് മകരം രാശിയിൽപ്പെട്ട വളരെയധികം ആളുകൾ. നിങ്ങളെ സംബന്ധിച്ച് 7.5 ശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയിൽ കൂടെ കടന്നു പോകുന്ന സമയമാണ്. 2025 പകുതിയോടുകൂടി നിങ്ങൾക്ക് ആ 7.5 ശനി പൂർണ്ണമായിട്ട് വിട്ടുമാറും. ഇപ്പോൾ 7.5 ശനി ദോഷത്തിൻ്റെ ഒരു 70-75% നിങ്ങൾക്ക് കുറവ് അനുഭവത്തിൽ വന്നിട്ടുണ്ട് പാദശനി കാലഘട്ടമായതുകൊണ്ട്. ഇങ്ങനെയുള്ളൊരു 7.5 ശനി കാലഘട്ടത്തിൽ ശനി വക്രഗതിയിൽ വരുന്ന ഈ ഒരു സമയം മകരം രാശിക്കാരെ സംബന്ധിച്ച് അത്യുത്തമമായിട്ടുള്ള ഫലങ്ങളാണ് ലഭിക്കുന്നത്. 7.5 ശനി ആരംഭിച്ച കാലം മുതൽ മകരം രാശിയിൽപ്പെട്ട പലരും പല തരത്തിലുള്ള ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത്. അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, കുടുംബത്തിൽ സന്തോഷം, സമാധാനമില്ലായ്മ, ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, അനാവശ്യമായ പാഴ്ചിലവുകൾ, ഭൂമി, ഗൃഹം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും സഹോദരങ്ങളുടെ ഇടയിലുമുള്ള പ്രശ്നങ്ങൾ എന്ന് വേണ്ട ഈ 7.5 ശനി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയ രാശിക്കാരാണ് നിങ്ങൾ മകരം രാശിക്കാർ. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ ഒരു ജീവിതം നോക്കിയാൽ ഒരു പോരാട്ടം പോലെയാണെന്ന് പറഞ്ഞാലും പലരെയും സംബന്ധിച്ചത് അധികമാകില്ല. ഒരു പ്രശ്നം ജീവിതത്തിൽ വന്നു, അത് തീരുമ്പോൾ ഉടനെ അടുത്ത പ്രശ്നമുണ്ടാകുന്നു. അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നിങ്ങളെ സംബന്ധിച്ച്. മകരം രാശിക്കാർ അനുഭവിച്ച പ്രശ്നങ്ങൾ എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ അതിന് ഇത്രയും സമയമൊന്നും പോരാതെ വരും. ഒരുപാട് അവരനുഭവിച്ച കാര്യങ്ങൾ അത് പറയേണ്ടതായിട്ടുണ്ട്. പൊതുവേ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതുപോലെ കടബാധ്യതകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ ഒക്കെ അനുഭവത്തിൽ വന്നവർ ധാരാളമാണ്. പലതരത്തിൽ മുന്നോട്ട് പോയിട്ടും നമ്മൾ ഒരു ഉപയോഗപ്രദമായ കാര്യങ്ങൾക്ക് പണം ചെലവഴിച്ചിട്ട് പോലും അതൊക്കെ പാഴ്ചിലവുകളായി നഷ്ടപ്പെട്ടു പോയ അവസ്ഥ. ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ടു, ഗൃഹനിർമ്മാണം പകുതി വഴിയിൽ മുടങ്ങി, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തിയ അവസ്ഥ, ചിലർക്ക് വിവാഹമോചനം വരെ സംഭവിച്ചു. അങ്ങനെ 7.5 ശനി പലതരത്തിലാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്.
നമുക്ക് വേണ്ടപ്പെട്ടവരെന്ന് കരുതിയവർ പോലും നമ്മളെ വിട്ടുപോയ ഒരു സാഹചര്യവും സമയവും, പലതരത്തിലുള്ള അപമാനം, ചതി, വഞ്ചന ഇതിനൊക്കെ പാത്രമാകേണ്ടി വന്ന അവസ്ഥ. ശരിക്കും ഒറ്റപ്പെട്ട് ജീവിതത്തിൽ പോയ വ്യക്തികൾ മകരം രാശിക്കാരിൽ നിരവധിയാണ്. കൂടെ ഉണ്ടായിരുന്നവർ പോലും കൈവിട്ട അവസ്ഥയൊക്കെ ചിലരെ സംബന്ധിച്ച് വളരെയധികം വേദനാജനകമാണ്. ഓരോ മകരം രാശിക്കാരനെ സംബന്ധിച്ചും ഏഴരശനി തുടങ്ങിയ കാലം മുതൽ നോക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ്. അത് നമുക്ക് വാക്കുകളാൽ പറയാൻ സാധിക്കില്ല പലരും അനുഭവിച്ചത്. ഈ ഒരു വീഡിയോയിൽ ആ ഏഴരശനിയുടെ ആ ഒരു കാഠിന്യത്തെപ്പറ്റി ഞാൻ ചുരുക്കി പറയുന്നു എന്ന് മാത്രം. പൊതുവെ മകരം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ നൽകും. പ്രധാനമായിട്ടും ശനി ആയുസ്സിനെ കുറിക്കുന്ന ഗ്രഹവും കർമ്മകാരകനും നിങ്ങളുടെ രാശ്യാധിപനുമായതുകൊണ്ട് ജോലി സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു മുക്തി, ജോലി ഇല്ലാതിരുന്നവർക്ക് നല്ലൊരു ജോലി ലഭിക്കുന്ന സമയം, വിദേശ ജോലിക്കുള്ള സാധ്യത, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ജോലി, തൊഴിൽ, നിങ്ങളുടെ ബിസിനസ് മേഖലകളിലൊക്കെ നല്ല മാറ്റം, ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയം, കർമ്മസംബന്ധമായിട്ടൊരു ഉയർച്ചയും അതുമൂലമൊരു ധനവരവും വന്നു ചേരും. നിങ്ങൾ ഇത്രയും നാളും നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പല സാമ്പത്തിക പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളെ സംബന്ധിച്ച് വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവും കൂടിയാണ്. അതുപോലെ രോഗദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു മുക്തി ലഭിക്കും. നിങ്ങളുടെ അലച്ചിലുകൾക്കൊരു ശമനമുണ്ടാകും. അതുപോലെ പണം പാഴ്ചിലവായിട്ട് പോകുന്ന അവസ്ഥയൊക്കെ ഒന്ന് വിട്ടുമാറും. രോഗദുരിതങ്ങൾ, കടബാധ്യതകൾക്കൊക്കെ ഒരു നല്ല മാറ്റം. അതുപോലെ പലതരത്തിലുള്ള ശത്രുതകൾ, എതിർപ്പുകൾ, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മാറ്റം ലഭിക്കുന്ന സമയം. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾക്ക് നടത്താൻ സാധിക്കാതിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ച് പരാജയപ്പെട്ടു പോയിട്ടുള്ള പല കാര്യങ്ങളും പുനരാരംഭിക്കുവാനും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും സഹായിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒന്ന് ഒരു സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ് ഈ ഒരു സമയം. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനാവശ്യമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പാഴ്ചിലവുകൾ, കടബാധ്യതകൾ വന്നു. പലരെയും സംബന്ധിച്ചും എങ്ങനെയാണ് ഈ കടബാധ്യതകൾ വന്നതെന്ന് ചോദിച്ചാൽ പോലും ഒരു ഉത്തരമില്ലാത്ത അവസ്ഥ. നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 10 മടങ്ങ് ഇരട്ടി പാഴ്ചിലവുകളായി പോകുന്നു. ഒരു ശുഭകാര്യത്തിന് ചെലവഴിച്ചാലും അത് പിന്നീട് പാഴ്ചിലവായി മാറുന്ന അവസ്ഥ, കയ്യിൽ പണം നിൽക്കാത്ത അവസ്ഥ. ഇതൊക്കെയാണ് ഏഴരശനി നൽകിയിരുന്നത്. അങ്ങനെ ശനി നൽകിയ ബുദ്ധിമുട്ടുകൾ ശനി തന്നെ തിരിച്ചെടുക്കുന്ന സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായൊരു സാമ്പത്തിക അഭിവൃദ്ധി, ധനാഭിവൃദ്ധി വന്നു ചേരുന്ന സമയം, കടബാധ്യതകൾ പരിഹരിക്കുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കും. അതുപോലെ കുടുംബത്തിൽ ഒരു സന്തോഷം, സമാധാനം ഈ ഒരു വക്രഗതി കാലഘട്ടത്തിൽ വന്നു ചേരും. അത് ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. അതുപോലെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ നിന്ന ശത്രുതകളോ എതിർപ്പുകളോ ഇതൊക്കെ നിങ്ങളെ വിട്ടുമാറുന്ന സമയം. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിവാഹ കാര്യങ്ങളൊക്കെ ഇറങ്ങി തിരിച്ചാലും ഒരുപാട് തടസ്സങ്ങളാണ് ശനി നൽകിയിരുന്നത്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ആ വിവാഹ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ വിട്ടുമാറി അനുയോജ്യരായ ജീവിത പങ്കാളികൾ വന്നു ചേരും. സ്വന്തം ബിസിനസ്, തൊഴിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും ഇത്രയും നാളും ലഭിക്കാതിരുന്നൊരു സമ്പാദ്യം, ധനവരവ് വന്നു ചേരും. പൊതുവേ ജീവിതത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം. അതുപോലെ ഒരു ഭൂമി വാങ്ങാനായിട്ട് ഇറങ്ങിത്തിരിച്ച് പല പ്രശ്നങ്ങൾ, ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ മൂലം പലർക്കും അത് പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അതൊക്കെ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം നടത്താൻ വരെ യോഗമുള്ള സമയമാണ് ശനിയുടെ വക്രഗതി നൽകുന്നത്. മകരം രാശിക്കാരെ പറ്റി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ച ആ പ്രശ്നങ്ങൾ നിങ്ങൾ ഓർക്കേണ്ടതില്ല. മുന്നോട്ടുള്ള സമയം അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ, ഭാഗ്യങ്ങളാണ് ശനി നൽകുന്നത്. ഈ കഴിഞ്ഞ കുറേ കാലങ്ങളാൽ ശനി നിങ്ങൾക്ക് നൽകിയിരുന്ന ദോഷം, ബുദ്ധിമുട്ടുകൾ ശനി തന്നെ മാറ്റി ഒരു സൗഭാഗ്യം നൽകുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് കുടുംബത്തിലൊക്കെ സന്തോഷ, സമാധാനം. അതുപോലെ കഴിഞ്ഞ സമയങ്ങളിൽ നിങ്ങൾ നല്ല കാര്യം പറഞ്ഞാൽ പോലും പലരും അതിനെ നെഗറ്റീവായിട്ടെടുത്ത് ശത്രുവായിട്ട് കണ്ട് പെരുമാറിയ അവസ്ഥയൊക്കെ ഉണ്ട്. അങ്ങനെയും ഒരുപാട് മനോവിഷമം വന്നവരാണ്. അനാവശ്യമായ പഴി കേൾക്കേണ്ടി വന്ന വ്യക്തികൾ മകരം രാശിയിൽപ്പെട്ടവരിൽ പല വ്യക്തികളുമുണ്ട്. ആ പഴി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു വില, നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് മറ്റുള്ളവർ സമർത്ഥിക്കുന്ന ഒരു കാലഘട്ടം. പൊതുവെ സന്തോഷം, സമാധാനം ഒക്കെ ലഭിക്കും. ധനവരവുണ്ടാകും. ആരോഗ്യപരമായിട്ടും നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ഉണ്ടാകും. എല്ലാ തരത്തിലും ശനി നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ നൽകുന്ന സമയം. വിദേശ ജോലി ഭാഗ്യമൊക്കെ വന്നു ചേരും. കർമ്മത്തിൽ ഉയർച്ചയുണ്ടാകും. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശയും മറ്റു കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി ഈ സമയം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വളരെ വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം മകരം രാശിക്കാരായ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ.
അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് 7.5 ശനിയിൽ ജന്മശനി നടക്കുന്ന കാലഘട്ടമാണ്. 7.5 ശനിയിലെ ആദ്യ 2.5 വർഷം എന്ന് പറയുന്നത് ശനി വ്യയസ്ഥാനത്ത് സഞ്ചരിച്ച കാലഘട്ടം. പിന്നീടുള്ള രണ്ടാം ഘട്ടമായ ജന്മശനി കാലഘട്ടമാണ്. 7.5 ശനി കാലഘട്ടത്തിലെ ഏറ്റവും ദോഷമുള്ള കാലഘട്ടമാണ് ജന്മശനി കാലഘട്ടം. അപ്പോൾ ജന്മശനി കാലഘട്ടം ആരംഭിച്ച സമയം മുതൽ ശനി ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല എന്നുള്ള സ്ഥിതിയിലാണ്. പലരെയും സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെയാണ് അനുഭവത്തിലുള്ളത്. അത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായിട്ട്, ദാമ്പത്യപരമായിട്ട്, ചെയ്യുന്ന ജോലി സംബന്ധിച്ച്, അതുപോലെ കുടുംബത്തിലുള്ള സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും എന്ന് വേണ്ട കുംഭം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ജീവിതത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് പ്രശ്നങ്ങൾ വരുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ആ തരത്തിലാണ് ഈ 7.5 ശനിയിലെ ജന്മശനി കാലഘട്ടം കടന്നു പോകുന്നത്. പലരെയും സംബന്ധിച്ച് അവരവരുടെ തലയ്ക്ക് മുകളിൽ നമുക്ക് കയറ്റി വയ്ക്കാൻ പറ്റാത്ത അത്ര വലിയ ഭാരം ചുമന്ന് നടക്കുന്ന അവസ്ഥയാണ് ഓരോ വ്യക്തികളെ സംബന്ധിച്ചെന്ന് പറയുന്നതാണ് കൂടുതൽ സത്യം. അത്രമാത്രം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ച്. ഇതൊക്കെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ 7.5 ശനി തുടങ്ങുന്നതിന് മുൻപ് വളരെ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയ പല വ്യക്തികളും 7.5 ശനി ആരംഭിച്ച്, പ്രത്യേകിച്ച് ജന്മശനി തുടങ്ങിയ സമയം മുതൽ വളരെ നല്ല നിലയിൽ നിന്ന് ഏറ്റവും താഴേക്ക് വരെ അധപ്പതിച്ച സ്ഥിതിയിൽ വരെ എത്തിയ വ്യക്തികൾ കുറവല്ല. അതുപോലെയാണ് പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നിട്ടുള്ളത് പലരെയും സംബന്ധിച്ച്. അപ്രതീക്ഷിതമായിട്ട് ജന്മശനി കാലഘട്ടം ജോലി നഷ്ടപ്പെട്ടു, തൊഴിൽ ബിസിനസ്സിലൊക്കെ പെട്ടെന്നൊരു തളർച്ച, ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഒരുപാട് ധനനഷ്ടം സംഭവിച്ച് കടബാധ്യതകൾക്ക് പാത്രമാവേണ്ടി വന്ന അവസ്ഥ, സാമ്പത്തിക ബുദ്ധിമുട്ട്, അതുപോലെ ബാങ്കിനും മറ്റുമൊക്കെ ഒരുപാട് ലോൺ കുടിശ്ശിക അടയ്ക്കേണ്ട ഒരവസ്ഥയൊക്കെ പലർക്കും വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് വണ്ടി വാഹന അപകടങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, നമ്മൾ സമ്പാദിക്കുന്ന പണം നമുക്ക് യാതൊരു തരത്തിലും ഗുണമില്ലാത്ത തരത്തിൽ പാഴ്ചിലവായിട്ട് വന്ന ഒരവസ്ഥ. ഒരു ഭൂമി ഗൃഹനിർമ്മാണത്തിനൊക്കെ ഇറങ്ങിത്തിരിച്ച് ഒരുപാട് ധനം അനാവശ്യമായിട്ട് നഷ്ടപ്പെട്ടു പോയി. അതുപോലെ വിദേശ ജോലിക്ക് അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോകുവാനായിട്ടോ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെയോ നമ്മൾ ഏറെ വിശ്വസിച്ചവർക്ക് വരെ പണം കൊടുത്ത് അവരിൽ നിന്നൊരു വഞ്ചന, കബളിപ്പിക്കപ്പെടലായിട്ട് അതിന് പിറകെ അലഞ്ഞു നടക്കുന്നവരും നിരവധിയാണ്. ഈ ഒരു ജന്മശനി കാലഘട്ടം പലരെയും സംബന്ധിച്ച് പല തരത്തിലാണ്. പലർക്കും ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, താൽക്കാലിക വേർപിരിവ്, നിരന്തരമായി വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരുമുണ്ട്. ഈ ജന്മശനി കാലഘട്ടം അത്രമേലാണ് കുംഭം രാശിക്കാർക്ക് ബുദ്ധിമുട്ട് നൽകുന്നത്. അതിൽ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇറങ്ങിത്തിരിച്ചാലും ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും. ഈ കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 7.5 ശനി ദോഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നത് സ്വന്തം ജനന ജാതകപ്രകാരം നല്ല ബലവാനായ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് മാത്രമേ ഇതിൽ നിന്ന് മോചനമുള്ളൂ. അതറിയണമെങ്കിൽ സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കൂ. അതിനൊരു പരിഹാരവുമൊക്കെ ചെയ്യാനും മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. അപ്പോൾ പ്രധാനമായിട്ടും ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ജൂൺ 29 മുതൽ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നേരിട്ടിരുന്ന ശനി നൽകിയിരുന്ന എല്ലാ ദോഷങ്ങളും പ്രശ്നങ്ങളും വിട്ടുമാറും. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കുന്ന സമയം. ഉദാഹരണത്തിന്, ഒരു നല്ല ജോലി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ശനി കർമ്മകാരകനാണ്. നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കും. അത് വിദേശ ജോലിയാണെങ്കിൽ അങ്ങനെ. അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്യുന്ന കർമ്മത്തിൽ ജോലിയിലുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ മാറുക. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുക. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുക. കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാനായിട്ടുള്ളൊരു ധനവരവ് നിങ്ങൾക്ക് വന്നു ചേരുക. അതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളെ ഒരുപാട് അലച്ചിലുകളായിരുന്നു കുംഭം രാശിക്കാരെ സംബന്ധിച്ച്. ഏത് കാര്യത്തിനിറങ്ങിത്തിരിച്ചാലും അലച്ചിലുകൾ. ഒരു 5 മിനിറ്റ് കൊണ്ട് സാധിച്ചു വരേണ്ട കാര്യം നിങ്ങളിൽ പലരും പല പ്രാവശ്യം കയറി ഇറങ്ങിയാലും സാധിക്കാത്ത അവസ്ഥ. അത്രമാത്രം അലച്ചിലുകൾ. ഒരു നല്ല കാര്യത്തിനാണെന്ന് പറഞ്ഞ് പണം ചിലവഴിച്ചാൽ അത് പാഴായി പോകുന്ന അവസ്ഥ. പണം കയ്യിലേക്ക് എങ്ങനെ വരുന്നു, ഏത് രീതിയിൽ പോകുന്നു എന്നറിയാത്ത അവസ്ഥ. വരവിനേക്കാട്ടിൽ കൂടുതൽ ചിലവുകൾ. അതുപോലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ച് എല്ലാത്തിനും ഒരു മാറ്റമുണ്ടാകും. നിങ്ങളെ സംബന്ധിച്ച് ഭൂമി സംബന്ധമായിട്ട്, ഗൃഹം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മാറ്റമുണ്ടാകും. പകുതി വഴിയിൽ മുടങ്ങിപ്പോരുന്ന ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം വരെ നടത്താനുള്ള യോഗം, വിദേശ ജോലി, അതുപോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് കുംഭം രാശിക്കാർക്ക് ഈ ശനിയുടെ വക്രഗതി വളരെ നല്ല ഒരു കാലഘട്ടം, സമയമാണ്. നിങ്ങളുടെ ആ തലയ്ക്ക് മുകളിലുണ്ടായിരുന്ന ഭാരം
അതാരോ എടുത്തു മാറ്റിയാൽ കിട്ടുന്ന ഒരാശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. പ്രത്യേകിച്ചും ജന്മശനി കാലഘട്ടം തുടങ്ങിയ സമയം മുതൽ കുംഭം രാശിക്കാർക്ക് മനസ്സമാധാനം, സന്തോഷം ഇല്ല എന്ന് തന്നെ പറയാം. പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്ന്. ഒന്ന് വിട്ടുമാറുമ്പോൾ അടുത്ത മറ്റൊരു പ്രശ്നം, അത് കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നം. ഇങ്ങനെയാണ് പലരും കടന്നു പോകുന്നത്. ചിലർക്ക് എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെയാണ് ഓരോ പ്രശ്നങ്ങളും. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന പല വ്യക്തികളുടെയും ജീവിതം വളരെ പെട്ടെന്ന് ബുദ്ധിമുട്ടിലാകുന്ന ഒരവസ്ഥയാണ് ഈ ഒരു ജന്മശനി കാലഘട്ടം നൽകിയത്. പ്രവചനാതീതമായ നെഗറ്റീവ് ഫലങ്ങൾ എന്ന് തന്നെ പറയാം. അത് പലർക്കും പലതരത്തിലായിരുന്നു എന്ന് മാത്രം. ചിലർക്ക് ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ, അല്ലെങ്കിൽ സ്നേഹബന്ധം, പ്രണയബന്ധങ്ങളിൽ, ചെയ്യുന്ന ജോലി, തൊഴിലിൽ, ആരോഗ്യത്തിൽ, ഭൂമി സംബന്ധം, ഗൃഹസംബന്ധം, സ്വന്തം സഹോദരങ്ങൾ, കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ പല തരത്തിലായിരുന്നു പലർക്കും. അതുപോലെ ജന്മശനി കാലഘട്ടം തുടങ്ങിയ സമയം മുതൽ ഏറെ വിശ്വസിച്ചിരുന്ന പല വ്യക്തികളും ചതിച്ച അനുഭവം പലർക്കുമുണ്ട്. കയ്യിൽ ഇരിക്കുന്ന പണം കൊടുത്ത് നമ്മൾ വഞ്ചിതരാകേണ്ട അവസ്ഥയൊക്കെ പലർക്കുമുണ്ട്. ഏതായാലും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ജൂൺ 29 മുതൽ ഇത്രയും നാൾ ശനി നൽകിയിരിക്കുന്ന എല്ലാ ദോഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നൽകും. വളരെ പെട്ടെന്ന് ജീവിതത്തിലൊന്ന് പിടിച്ച് കരകയറി വരാൻ പറ്റുന്ന ഒരനുഭവം നിങ്ങൾക്ക് നൽകും. ജീവിതത്തിന് തന്നെ ഒരു അടിത്തറ നൽകുന്ന തരത്തിലുള്ള ഒരനുഭവം ശനി നൽകും. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് ഒരുപാട് വർഷം സഞ്ചരിക്കാൻ സാധിക്കും. പലർക്കും ഇത്രയും നാൾ ശനി നൽകിയിരിക്കുന്ന അപ്രതീക്ഷിതമായ ദോഷങ്ങൾ ആണ്. അതിന് നേർ വിപരീതമായ അപ്രതീക്ഷിതമായ ചില ഗുണാനുഭവങ്ങൾ, നന്മകൾ, ഒരു സാമ്പത്തിക പുരോഗതി, ഒരു ശുഭ ചിലവുകൾ നൽകും. ജൂൺ 29 വക്രഗതിയിൽ ആരംഭിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശുഭച്ചിലവുകൾ, ആ ശുഭച്ചിലവുകളിൽ വരുന്നതാണ് സ്വന്തമായി ഭൂമി വാങ്ങാനുള്ള യോഗം, ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ അതിനുള്ള ഒരു യോഗം, ചിലർക്ക് വണ്ടി വാഹന യോഗങ്ങൾ വന്നു ചേരും, വിദേശ ജോലി ഭാഗ്യം വന്നു ചേരും. അതുപോലെ കുടുംബത്തിൽ ഇത്രയും നാൾ ബുദ്ധിമുട്ടിരുന്നവർക്ക്, ചിലരെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങൾക്കൊക്കെ തടസ്സം നേരിട്ടിരുന്ന നക്ഷത്രജാതകർക്ക് ഒരു മംഗളകരമായ വിവാഹം നടക്കുന്ന സമയം, അതിനുള്ള ശുഭച്ചിലവുകൾ, പ്രത്യേകിച്ച് ധനവരവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പല മേഖലകളിൽ നിന്ന് വന്നു ചേരും. ഇത്രയും നാളത്തെ ആ ഒരു ജന്മശനി കാലഘട്ടത്തിൻ്റെ ദോഷം നിങ്ങളെ വിട്ടുമാറുകയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ. ഈ ഒരു സമയം കുംഭം രാശിക്കാരായ നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തുക. ഏറ്റവും നല്ല സമയമാണ്. ഈ സമയത്ത് സ്വന്തം ജനന ജാതകം കൂടെ നോക്കി, ജനന ജാതകപ്രകാരം നടക്കുന്ന ദശയും ദശാകാലങ്ങളും മനസ്സിലാക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ അത് വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.